Are you aware of your greatness? I think I should hang out with you a little more. സാറിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് വാരണമാരം കണ്ടപ്പോൾ തൊട്ട് തന്നെയുള്ള ഡ്രീമായിരുന്നു. അതൊരു മീൻസ് ആയിരുന്നു, ഒരു മിഷനായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. സാറിന് ഭയങ്കര വലിയൊരു ഐഡലായിട്ടാണ് സാർ ഞങ്ങൾ കുറേ പേര് ഫിലിം മേക്കേഴ്സ്, അപ്കമിങ് ഫിലിം മേക്കേഴ്സ്, സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ചൈൽഡ്ഹുഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. Thank you so much. ഒരു ത്രോ ബാക്ക് ടു ദി ഓൾഡ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ്, അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഇത് പഠിക്കാതെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഒരു 15 മിനിറ്റ്സിൽ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ വാട്ട് ഗ്രാബ് മീ ഇസ് ഐ തിങ്ക് വാട്ട് ഗ്രാബ് സർ ഓൾസോ. ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഞാൻ പറയില്ല. ഓ മമ്മൂട്ടി സർ ഈ ഷോർട്ടിൽ ഇത് ചെയ്യും, നമ്മൾ അത് എഴുതാനേ പറ്റില്ല. ഐ ഓൺലി റൈറ്റ് ദ ഡയലോഗ്സ്, ഐ റൈറ്റ് ദ സ്ക്രീൻ പ്ലേ, ഐ റൈറ്റ് ദ മൂഡ്. ആൻഡ് മമ്മൂട്ടി സർ എവറി ഷോട്ട് ഇൻ ദിസ് ഫിലിം ഈ മാനേജ് സർപ്രൈസ് മീ. ഇത് കണ്ടാൽ നിനക്ക് എന്ത് തോന്നുന്നു സാർ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോകുൽ വരും പൗരുഷം എന്ന് പറയാം, പ്രൊണൗൺസിയേഷൻ ഒരു സ്പീഡ് വേണം, പക്ഷെ ആ സ്പീഡ് കിട്ടുന്നില്ല. ഗോകുൽ സിംഗ്സ് ഐ കാൻ ഗോ ഫാസ്റ്റ്, ലെജൻഡറി മമ്മൂട്ടി ഈസ് ബിഹൈൻഡ് മീ, ഐ കാൻ ഗോ ഫാസ്റ്റ്. ചില്ലാണ്. പക്ഷെ എന്തായാലും പേടി ഉണ്ടാവും. ഒരു മമ്മൂക്കല്ലേ നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. മമ്മൂക്കടുത്ത് ഈ പേടി എന്ന് പറയുന്നത് ഒന്നും മമ്മൂക്കയുടെ കുറ്റമല്ല. നമ്മൾ ക്യാമറ മുള്ളിയെല്ലാം സത്യം പറയേണ്ട ആവശ്യമില്ല. രാഘവൻ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ഡൊമിനിക്കിന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടോ? അതുണ്ട്, അത് ഉണ്ടാവാതെ ഉണ്ടാവില്ല. അത്രയധികം ഗാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ സിമ്പിളായിട്ട് ഗണ്ണെടുത്തിട്ട് ഞാൻ പോലീസാടാന്ന് പറയുന്ന ഒരാൾ, അതിനൊരു പവർ ഇല്ല സാർ. സാറിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇറങ്ങി ചെയ്യല, അങ്ങനത്തെ പോലത്തെ ഒരു പോലീസ് ഓഫീസറല്ലേ, ആ റേജ് അത് നമുക്ക് ഡൊമിനിക്കിൽ കാണാൻ പറ്റും. ഈ ഡൊമിനിക് ആയിട്ടൊരു സ്റ്റൈൽ സാർ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു മൊമെന്റ് എക്സാക്ട്ലി അങ്ങനെ ഉണ്ട്. I think like all my adolescence and like everything, I have lived as a part of his movies. എനിക്കിഷ്ടം പിന്നെ ഏതാണ്ട് കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ കഴിഞ്ഞ കോളേജ് കയറുന്ന ആ ഒരു സമയത്ത് ഇറങ്ങുന്നത്. പ്ലസ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇഷ്ടപ്പെടുക. എക്സാക്ട്ലി. പ്രോമിസസ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ എന്നൊരു ലൈൻ ഉണ്ട് പിന്നെ താണ്ടി വരുവായി. പക്ഷെ അത് സിംബു ഇത് എല്ലാവർക്കും പോയി സേരുമാൻ തെരല ഇത് നമ്മൾ തമിഴില് മാത്തില്ല എന്ന് പറഞ്ഞിട്ട് സത്യം പണ്ടതേ ഉടക്കെടുത്തിട്ടാന്ന് പറഞ്ഞു. അത് ശരിക്കും ലിറ്റററി ട്രാൻസ്ലേഷൻ ആണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 2003 കാക്ക കാക്ക എന്നൊരു തമിഴ് സിനിമ ഇറങ്ങുന്നു. ആ സിനിമയുടെ അകത്തൊരു ഡയലോഗുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പറയുന്നത് അൺടച്ചബിൾസ് എന്നാണെന്ന്. ആ സിനിമ ഇറങ്ങിയപ്പോൾ ഡയറക്ടറെ പറ്റിയും ആളുകൾ പറഞ്ഞു, അൺടച്ചബിളായ, സഫസ്റ്റിക്കേറ്റഡായ, റിച്ചായ ഒരാൾ. ഇത് വൺ ആൻഡ് ഓൺലി ഗൗതം വാസുദേവ് മേനോനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാള സിനിമ ഇറങ്ങുന്നു, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ്. സിനിമയെപ്പറ്റി സംസാരിക്കാൻ ഗോകുൽ സുരേഷ്, സുഷ്മിത, മീനാക്ഷി എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. സോ ഗൗതം വാസുദേവ് മേനോൻ പടം എന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ മാജിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്. ഈ കാപ്പ്, സോങ്സ്, ഡെനിം ഷർട്ട്, വോയിസ് ഓവേഴ്സ്, അതൊന്നും ഈ പടത്തിലില്ല. സോ ഞങ്ങൾ ടീസർ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അങ്ങനെ. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണം, അത് ഒരു പാറ്റേൺ ആവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ പാറ്റേൺ അപ്പോൾ ബ്രേക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംടൈംസ് ഐ ഹവ് ട്രൈഡ് ഡൂയിങ് ദാറ്റ്. ഈ പടത്തിൻ്റെ സ്റ്റോറിയും ഇതിൻ്റെ സെറ്റപ്പ് നോക്കുമ്പോൾ എനിക്കത് അത്രയും ആവശ്യപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളൊരു കഥ നമുക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മളൊരു മേക്കിംഗ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഷോർട്സ് ഇങ്ങനെ കയറും കുറേ. എനിക്ക് അങ്ങനെ ഒരു വിഷ്വൽ ഇമേജറി ഓപ്പൺ ആവും. അതിലൊരു ട്രീറ്റ്മെൻറ്റും സാറിൻ്റെ ലുക്കും പിന്നെ ഈ ഇവർക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇപ്പോൾ ഗോകുലിനെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. സുഷ്മിത്തിനെ മീറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ ഒരു ലുക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ അപ്പോൾ എല്ലാം സ്റ്റോറീസ് ഓൺ പേപ്പർ, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഓൺലി ഓൾ ദ ക്രിയേഷൻ സ്റ്റാർട്ട്സ്, റൈറ്റ്? സോ ഇതിലെനിക്കത് ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് നോട്ട് ദാറ്റ് ഫോഴ്സ്ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യണം ഞാൻ എപ്പോഴും അത് വിചാരിച്ചിട്ടില്ല. പിന്നെ ഹീറോസ് ചിലപ്പോൾ ബ്രദർ ഇതിന് പോട്ടുക அப்படின்னு சொல்லுவாங்க. പക്ഷേ സാറിൻ്റെ അടുത്ത് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ഓൾസോ. വാട്ട് എവർ സർ വാണ്ട് ടു ഡു വി ജസ്റ്റ് ലെറ്റ് ഹിം ബി ഇൻ ദാറ്റ് സ്പേസ്. സാറിൻ്റെ ഈ എസ്തെറ്റിക്സിനെ പറ്റിയിട്ട് ആളുകൾ ഒരുപാട് സംസാരിക്കാറില്ലേ സാർ? ഇപ്പോൾ സാറിൻ്റെ ഹീറോസ് മാത്രം ഭയങ്കര സ്റ്റൈലിഷാണ്, ലുക്കാണ്, ഡിസ്റ്റിങ്റ്റീവ് ആണെന്നൊക്കെ ആളുകൾ പറയാറില്ല. ഇപ്പം എന്തായാലും അജിത്തിനെ അത്രയും ഭംഗിയിൽ നമ്മൾ മുമ്പ് കണ്ട അതിലൊരു ഡയലോഗ് തന്നെ ഉണ്ട്, ഇവരന്മാരെ 200 അഴകനെ എന്നാൽ പാക്ക മുടിയുമാൻ തെറിയണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മമ്മൂക്ക സാറിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലാമർ, ഏഷ്യൻ റിവേഴ്സ് ഗിയർ, ഗുഡ് ലുക്കിംഗ് ഒക്കെ. അപ്പോൾ സാറും അദ്ദേഹം കൂടി ചേരുമ്പോൾ നമ്മൾ അങ്ങനെ എന്തോ ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സാർ അത് ഭയങ്കര ടോൺ ഡൗൺ ചെയ്ത് ഭയങ്കര സിമ്പിളായിട്ട് സാധാരണയായിട്ടുള്ള ഒരാളെ ആണ് പ്രസൻറ്റ് ചെയ്തത്. അതും ഒരു ഡിഫറെൻറ്റ് ടേക്കായിരുന്നു. അതെ, ആ ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സാറിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോഴും സാറിന് അതാണ് ഇഷ്ടപ്പെട്ടത്. ബട്ട് സാറിൻ്റെ ഒരു സ്റ്റൈൽ ഇതിലുണ്ട്.
ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റൈൽ സാർ പിടിച്ചു. ഇപ്പോൾ സോ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഈസ് എ ലെജൻഡറി ആക്ടർ. അപ്പോൾ കുറേ ഡയറക്ടേഴ്സും കുറേ സിറ്റുവേഷൻസും കുറേ ക്യാമറ കുറേ ഈ ആംഗിൾസ് ഒക്കെ സാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹൗ ടു ഗ്രാബ് ഹിസ് ഇൻട്രസ്റ്റ് വിത്ത് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ് അതായിരുന്നു. ഇപ്പോൾ ഞാൻ സാറിനടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഫസ്റ്റ് 10 minutes ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇതെന്ത് ഐഡിയ എന്ന് സാർ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ റൈറ്റേഴ്സും ഞങ്ങളും ഉള്ളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഐഡിയ ചോദിച്ചാൽ നമ്മളൊന്നും പറയരുത്, നമ്മൾ സ്ട്രേറ്റ് അവേ ഫുൾ നറേഷനിൽ കയറാമെന്നാണ് പറഞ്ഞത്. സാർ ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, സാർ ഐഡിയ വേണ്ട, വിൽ ജസ്റ്റ് നറേറ്റ് ദ സ്റ്റോറി, ഒന്ന് ടെൽ മീ ദ ഐഡിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. സാർ വേണ്ട ഇൻവെസ്റ്റിഗേഷൻ, കുറേ കേരളാസ് ഫുൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ് വേണ്ട, എനിത്തിങ് എൽസ് യു ഹാവ് ചോദിച്ചു. മീറ്റിംഗ് ആക്ച്വലി 10 minutes കഴിഞ്ഞു. ബട്ട് ദെൻ ഐ ടോൾഡ് ഇല്ല സാർ, വി കം എനിവേ, സാർ ഒന്ന് കേൾക്കൂ ആൻഡ് ദെൻ വീൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു 15 minutes എനിക്ക് ഈ കഥ കേട്ടപ്പോൾ വാട്ട് ഗ്രാബ് മീ ഇസ് ഐ തിങ്ക് വാട്ട് ഗ്രാബ് സർ ഓൾസോ. ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ എവിടെയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഡോർ there's a man, പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷനാണ്. ആൻഡ് വിത്തിൻ ദാറ്റ് there is one style, there is one attitude. He's actually a bum, he's a loser, maybe he doesn't have money, maybe he doesn't have any family, പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ആൻഡ് ഇഫ് ഹി വാണ്ട്സ് he can rise above. He can rise. Actually the best line in the film is a word which was not there in the script, but what Gokul came up with in the film. I don't think you remember it, but you will remember it. ഇത് കണ്ടാൽ നിനക്ക് എന്ത് തോന്നുന്നു സാർ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോകുൽ പറയും പൗരുഷം എന്ന് പറയും, അതിന്റെ പ്രൊണൗൺസിയേഷൻ അതാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്ക്രൈബ് ദ ഹോൾ തിങ് ഫോർ us. That also comes through is all I'm saying. I'm saying it right, no? Yeah. മാൻലിനെസ്. Yeah. ഇപ്പം സാറിന് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് സാറിന് ഇപ്പം സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തലകീഴ പൊട്ടി തീർപ്പണ പടം എന്നൊക്കെ പറഞ്ഞാൽ അത് നായകനാണെന്ന് കേട്ടിട്ടുണ്ട്. ഗോകുൽ സുരേഷൻ അങ്ങനെ ഒരു വൺ ഗൗതം മേനോൻ പടം പറഞ്ഞാൽ അത് ഏതായിരിക്കും? എനിക്കിഷ്ടം പിന്നെ ഏതാണ്ട് ആ ഒരു പരിപാടിയാണ് എനിക്ക്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ കഴിഞ്ഞ കോളേജ് കയറുന്ന ആ ഒരു സമയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത് പ്ലസ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇഷ്ടപ്പെടുക. എക്സാക്ട്ലി. ഈ വെണ്ണൈത്താണ്ടി കണ്ട എല്ലാ ആളുകളിൽ അധികം റിലേറ്റ് ആവുന്നത് ഒന്നില്ലെങ്കിൽ അവർ കാർത്തിക് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ജെസ്സി ആയിരിക്കും ജീവിതത്തിൽ. സാറ് ജെസ്സി ആയിരുന്നു, ഗോകുല ആരായിരുന്നു? കാർത്തിക് ആയിരുന്നു, ജെസ്സി ആയിരുന്നു? രണ്ടുപേരും ഒക്കെ ഹൗ വാസ് വിക്കി നാടിന് വലിയ ഇഷ്ടമില്ലാത്ത കാനഡയിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന ഒരാള്. അപ്പോൾ വിക്കിനെ ഡോൺ ചെയ്യുക അതെങ്ങനെയുണ്ട്? എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ചുകൂടെ നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിൽ തന്നെ സഞ്ചരിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ എല്ലാ ചെറിയ ചെറിയ സാധനത്തിനും ഞാൻ സാറിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം സാർ, ഇങ്ങനെയാണോ എന്നെല്ലാം ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഞാനിതിൽ വർക്ക് ചെയ്തതെന്ന് തോന്നുന്നു. Conversation and interaction is always very interesting, keeps you on your toes, so it is very interesting to work with them. I'll say it even if I wasn't sitting here, I'm saying it now. ഗൗതം വാസുദേവൻ ഫിലിംസിൽ അവരുടെ ലേഡീസിനെ പ്രസൻറ്റ് ചെയ്യുന്നതിനൊരു റിച്ച്നെസ് ഉണ്ട്. ബാക്കി ഗ്രാൻഡുറായിട്ടോ അങ്ങനെയൊന്നുമല്ല. ഈവൻ സാരീസ് റിപ്പീറ്റ് ആവില്ല. ഇപ്പം ഹേമാനിക എന്നുള്ള പേര് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല, ഇപ്പം മാലിനി എന്നുള്ള പേര് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല. അപ്പം അവർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. അവരെപ്പോഴും വളരെ സെൽഫ് അവെയർ ആയിരിക്കും, അവർ ഏണിംഗ് ആയിരിക്കും, എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കും അവർ. സോ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഡിസൈൻ? സാർ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്? ആൻഡ് ലൈറ്റ് ശോഭന എന്നൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഹൗ വാസ് ദാറ്റ്? It's an honor to be called that, like even in the poster. I think like all my adolescence and like everything, I have lived as a part of his movies. Yes. Watching it and then trying to imitate the heroines, however they dress, and like very gracefully walking in saris, etc. Even when I have to do a shoot or like just take a photo, everything like the movie songs, his movie songs will be playing in the background, and I think I've lived in it so much that I don't know, this happened. This came as a blessing, this role. And like you rightly said, it's very beautifully characterized even in the movie. And like, I don't know, I'm excited to see everybody's reaction and like take their feedback. It'll shock you.
മീനാക്ഷിയുടെ ഒരു ജേർണി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വാഴയിൽ നിന്ന് ഇപ്പോൾ ഒരു സിനിമയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോളിലേക്ക് എത്തുക ഒരു വല്ലാത്തൊരു എസ്കലേഷൻ ആണ്. ഈ ഒരു അപ്ഗ്രേഡ് ഉൾക്കൊള്ളാൻ എത്ര നേരം പിടിച്ചു? ഞാൻ അതൊന്നും ആലോചിച്ചില്ല, ഞാൻ നേരെ ഇങ്ങ് വന്നു. വാഴ സെറ്റിൽ നിന്ന് നേരെ ഡൊമിനിക്കിന്റെ സെറ്റിലേക്കാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതലൊന്നും ആലോചിച്ചില്ല. എനിക്ക് പേടി ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സെറ്റിൽ നിന്ന് നമ്മൾ വരുന്ന സീനിയേഴ്സിൻ്റെ കൂടെയും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഇപ്പോൾ ഗൗതം സാർ ആയാലും മമ്മൂക്ക ആയാലും ഇവരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നെർവസ് ആയിരുന്നു. പക്ഷെ ഗൗതം സാർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് വർക്ക് ചെയ്യാൻ. ഈസി ആയിരുന്നു, കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. സാർ ഇപ്പോൾ സാറിൻ്റെ പോലീസ് ക്യാരക്ടേഴ്സിൽ ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ചങ്കൂറ്റമാണ്. ഇപ്പോൾ തമിഴിലെ സ്വന്തം ഗത്തില്ല സാർ. ഇപ്പം ആസിഡ് മുഖത്തൊഴിച്ചാലും അതിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാൾ, കണ്ണ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് കണ്ണ് വേണം കെട്ടിയാമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ചോദിക്കുന്ന ഒരാൾ, അത്രയധികം ഗാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ സിമ്പിളായിട്ട് ഗണ്ണെടുത്തിട്ട് ഞാൻ പോലീസാടാന്ന് പറയുന്ന ഒരാൾ, അതിനൊരു ഒരു ഒരു പവറില്ല സാർ. സാറിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇറങ്ങി സ്റ്റൈൽ അങ്ങനത്തെ പോലത്തെ ഒരു പോലീസ് ഓഫീസറല്ലേ, ആ റേജ് അത് നമുക്ക് ഡൊമിനിക്കിൽ കാണാൻ പറ്റും. ഉണ്ട് അങ്ങനത്തെ ഒരു 2-3 മൂമെൻറ്റ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി. സാറിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ഈ ഡൊമിനിക്കായിട്ടൊരു സ്റ്റൈൽ സാർ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു മൊമെൻറ്റ് എക്സാക്ട്ലി അങ്ങനെ ഉണ്ട് ഈ പടത്തിൽ. പക്ഷേ നമ്മൾ ഫസ്റ്റ് തൊട്ട് ഇതൊരു മാസ് കമേഴ്ഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇതിൽ വേണ്ട ഒരു കളക്റ്റീവ് ഡെസിഷൻ എടുത്തതാണ്. ഞാനങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാലും സാർ വന്ന് അല്ല അത് വേണ്ട, വിൽ ടോൺ ഇറ്റ് ഡൗൺ എന്നൊക്കെ പറയും. ബിക്കോസ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒരു ഫീൽ കിട്ടിയത്. സോ ബട്ട് വി കെപ്റ്റ് സർട്ടൺ മൊമെൻറ്റ്സ് കുറച്ച് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. മറ്റേതൊക്കെ ലൈനിലാണ്. സാർ ഇപ്പോൾ വേട്ടയാട് വിളയാടിൽ കമൽ സാറിൻ്റെ ഐഡിയ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് പിന്നെ അത് അവിടെ ഇവിടെ നോക്കിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നത് സാർസ് ഇംപ്രൂവൈസേഷൻ എന്ന് ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഇപ്പം നമുക്ക് സാറിന് അങ്ങനെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പറ്റി പറയുന്നത് വീണ് കിട്ടിയ സൗന്ദര്യങ്ങൾ എന്നാണ്. അറിയാതെ സംഭവിച്ചു പോകുന്ന വളരെ സബ് കോൺഷ്യസ്ലി നടന്നു പോകുന്ന ഒരു ആക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ മൊമെന്റ്സ് വിറ്റ്നസ് ചെയ്യാൻ ഇതിൽ പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് എവറി മൂമെന്റ് വാസ് ലൈക്ക് ദാറ്റ്. ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് വിറ്റ്നസിങ് ദാറ്റ് എന്നാണ് പറയുന്നത്. സീരിയസ്ലി ഐ എം സെയിങ് ബിക്കോസ് സി ഐ നെവർ റൈറ്റ് an actor's performance on paper. You can ask him also. It's the lines are written, mood is created, the shots are ready, and then we bring them in and then we tell them this is the mood. I've never gone and micromanage ഞാൻ ചെയ്യാറില്ല. I've never gone and told you അത്രയും എക്സ്പ്രഷൻ വേണ്ട. I've always left it free. അപ്പോൾ അതിൽ അവർ എന്ത് ചെയ്യുന്നതാണ് I like to grab that. For me it's a very organic way. അപ്പോൾ almost in every moment in the film, in almost every shot of the film, he managed to surprise me with some edge or the other. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ എഴുതാനേ പറ്റില്ല. സർ വിൽ ഡു ദിസ്, ഓ മമ്മൂട്ടി സർ ഈ ഷോട്ടിൽ ഇത് ചെയ്യും, നമ്മൾ അത് എഴുതാനേ പറ്റില്ല. ഐ ഓൺലി റൈറ്റ് ദ ഡയലോഗ്സ്, ഐ റൈറ്റ് ദ സ്ക്രീൻ പ്ലേ, ഐ റൈറ്റ് ദ മൂഡ്, but he brings something else to it. So like I said, I've been privileged to I worked with Kamal sir. I felt the same way. Simbu also has that with him, and Mammootty sir, every shot in this film he managed to surprise me right from the first day shoot. I've already said this in an interview recently, and നമ്മൾ previous day എല്ലാം റെഡി ആക്കിയിട്ട് ഡയലോഗ്സ് ഒക്കെ റെഡി, സാറിന് ഒരു നരേഷൻ കൊടുത്തിട്ട് റൈറ്റർ ചോദിച്ചു പെട്ടെന്ന് ഇങ്ങനെ, സർ ഹൗ ആർ യു ഗോയിങ് ടു പ്ലേ ഡൊമിനിക്? സാർ പറഞ്ഞു ഐ ഡോണ്ട് നോ, ഞാൻ എല്ലാം കേട്ടു, ഐ ഹവ് റെഡ്, I know the mood. Nala I'll see what the scenario, what the setup is like, how he inspires me, and I'll take one line and then I'll take that through the rest of the film. That is an actor's preparation, going in blind and then taking it from there, understanding the mood. I love that, and I'm a small-time actor now. I act in a few films. If at all I do anything, it'll be only based on what I've learned from how he handled these scenes. Sir, ഈ one-liners ഇല്ലേ സർ, ഇപ്പോൾ സ്ക്രീൻ പ്ലേയുടെ അകത്ത് തന്നെ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ സാർ യൂസ് ചെയ്യില്ല. ഇപ്പം എന്നെ നോക്കി പറയുന്നതോടെ അല്ല ഡിവൈൻ എന്നുള്ള വാക്ക് സാർ പ്ലേസ് ചെയ്തിട്ടുള്ളൊരു വിധമുണ്ട്. സോ അത് ഓർഗാനിക്കലി സംഭവിക്കുന്നതാണോ, അതിനൊരു പ്ലാൻ ഉണ്ടോ? ഈ ഇംഗ്ലീഷ് ഫ്രേസസ് അവിടെ പ്ലേസ് ചെയ്യുന്നതിന് അതിനൊരു ബ്യൂട്ടി വരുന്നുണ്ട് സാർ ചെയ്യുമ്പോൾ. ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, ഇറ്റ് ജസ്റ്റ് കംസ് ഇൻ ദ ഫ്ലോ ഓഫ് തിങ്സ്. ആൻഡ് സംടൈംസ് നമ്മളൊരു സിറ്റുവേഷനിൽ ദോസ് വേർഡ്സ് മൈറ്റ് ബി ദ ബെസ്റ്റ് വേ ടു ഡിസ്ക്രൈബ് ദറ്റ് മൊമെൻറ്റ്. പ്രോമിസസ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ എന്നൊരു ലൈൻ ഉണ്ട് വിണ്ണை താണ്ടി വരുവായാലും. പക്ഷെ അത് സിംബു ഇത് എല്ലാവർക്കും പോയി സേരുമാൻ തെരില്ല ബ്രദർ, ഇത് നമ്മൾ തമിഴിൽ മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് സത്യം പണ്ടതേ ഉടക്കരുത്തിട്ടാന്ന് പറഞ്ഞു. അത് ശരിക്കും ലിറ്റററി ട്രാൻസ്ലേഷൻ ആണ്, but it doesn't convey the exact thing that I want to say. So sometimes in the flow of things these lines
ഓർ ദീസ് വേർഡ്സ് മൈറ്റ് സൗണ്ട് ബെറ്റർ. അതുകൊണ്ട് എഴുതുമ്പോൾ അത് വെക്കുന്നതാണ്, പേർപ്പസ്ഫുള്ളി വെക്കുന്നതല്ല. അച്ഛന് തന്നെ മമ്മൂക്കാനെ ഭയങ്കര ബഹുമാനമാണ്. ഞാൻ അദ്ദേഹം വരുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വിധം കണ്ടിട്ടുണ്ട്. ഗൗരി സുരേഷ് പറയുമ്പോഴും അതേ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒരു ആചാര്യൻ എന്നുള്ള രീതിയിലേക്ക് മമ്മൂക്കയെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ് വരുന്നത്. ഈ ഭയങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഡൊമിനിക്കിൽ ആദ്യമായ തൊട്ട്? 100% ഉണ്ടായിരുന്നു. നമുക്കായിട്ട് മാസ്റ്റർ പീസിൽ ചെയ്തിട്ടുണ്ട്, സിനിമയിൽ വർക്ക് ചെയ്തു. പക്ഷേ കോമ്പിനേഷൻ ഇല്ല. അങ്ങോട്ട് മനസ്സിലൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ, ഒരു ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാനൊക്കെ പറ്റണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ഇങ്ങനെ നടന്നു. അത് ഗൗതം സാറിൻ്റെ പടത്തിൽ തന്നെ ആയി എന്നുള്ളതൊരു ഭയങ്കര സന്തോഷം. കാരണം ഇപ്പം ഞാൻ വിനയ് താണ്ടിവരുവായ മാത്രമേ എടുത്ത് പറഞ്ഞുള്ളൂ എങ്കിലും ഇപ്പോൾ കാക്കയായാലും വേട്ടയാട് പിള്ളയാട് അങ്ങനെ എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി വർക്ക് എല്ലാം ഭയങ്കര ഓരോ തരത്തിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇതാണ്. അദ്ദേഹത്തിൻ്റെ നായകനാവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു അഭിമാന നിമിഷമായിരുന്നു. നമുക്കെന്നെ ഇങ്ങനെ നിർത്തിയിട്ടാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊരു വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. There's a scene, a lot of shots where Gokul is riding and Mammootka sitting behind ബൈക്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പീഡ് വേണം, പക്ഷെ ആ സ്പീഡ് കിട്ടുന്നില്ല. ഗോകുൽ is saying I can't go fast, legendary Mammootka is behind me, I can't go fast. So how was performing alongside Mammootka? അപ്പോൾ ഇപ്പം സാറ് ഇൻ്റർവ്യൂവിൽ അമരം എന്ന് പറയുന്ന പടത്തെ പറ്റി മെൻഷൻ ചെയ്തു. അപ്പം അമരം എന്ന് പറയുന്ന പടത്തിൽ ത്രൂ ഔട്ട് മമ്മൂക്ക ചെയ്തിട്ടൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, മച്ച് ലൈക്ക് ദ ഫിഷർമാൻ, ഒറിജിനൽ ഫിഷർമാൻ്റെ പോലെ. അപ്പോൾ അതിൽ ഭക്ഷണം ഉരുട്ടി കഴിക്കുന്ന ഒരു സീക്വൻസിൽ വരെ മമ്മൂക്ക ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെയാണ് ഇടുന്നത്. അതിനുശേഷം മമ്മൂക്ക ഒരു സിനിമയിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അത്രയും സ്പെസിഫിക് ആണ് മമ്മൂക്ക ഒരു ക്യാരക്ടറൈസേഷൻ. സോ ഹൗ വാസ് പ്ലേയിങ് വിത്ത് alongside Mammootka? Okay, extremely scary. Because every shot I used to rehearse with sir before Mammootka sir comes, because we didn't want to waste his time. So he just comes, like whatever he does, it looks good, and then I have to also, like, you know, be in the same speed as his. So me and sir used to do a lot of rehearsals before he comes. He used to refine my language, my dialogues and everything. So yeah, if you ask me, I think I've never got the chance to like sit and enjoy, okay, like I'm doing this. It was very I have to focus on this. It's extremely nervous. After this I have this scene, oh, that I have to focus on. It was throughout the movie, it was like that. It was extremely scary. ഞാൻ പക്ഷേ മീനാക്ഷി ഭയങ്കര ചില്ലായിട്ടാണ് കണ്ടത്. മറ്റേ ബിരിയാണിയൊക്കെ എടുക്കാൻ പ്ലേറ്റ് എടുത്തൊക്കെ പോകുന്നതായി സന്തോഷിച്ചിട്ടാണ്. മീനാക്ഷി ഭയങ്കര ചില്ലായിരുന്നു നമുക്കോട് അഭിനയിക്കുന്നതിൽ. ചില്ലാണ്, പക്ഷെ എന്തായാലും പേടി ഉണ്ടാവും. ഒരു മമ്മൂക്കയല്ലേ നമ്മുടെ അടുത്ത് നിൽക്കുന്നത്, അപ്പോൾ ആ ഒരു നെർവസ്നെസ് എപ്പോഴും ഉണ്ട് നമുക്ക്. പക്ഷെ ചില്ലാണ്. മമ്മൂക്കയുടെ അടുത്ത് ഈ പേടി എന്ന് പറയുന്നത് ഒന്നും മമ്മൂക്കയുടെ കുറ്റമല്ല. അതെ, നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഒരു അത്രയും വലിയ nervousness all of us had, and it kept us on our toes also. We were very ready with what we had to do. മറ്റേ സ്ഥലത്ത് അങ്ങനെ അല്ലാന്ന് പറയുന്നില്ല, പക്ഷെ we were ready. നമ്മൾ with our shots and with the planning, and ഒരു സെക്കൻഡ് ടേക്ക് ചോദിക്കുമ്പോൾ സാർ എന്തെങ്കിലും ചോദിച്ചാൽ you have to be on the ball. So we were very ready. It kept us on our toes in a good way, I'm saying. സാർ ഞാൻ കേട്ടിട്ടുണ്ട്, സാർ ഒരു 80% സ്ക്രിപ്റ്റോട് കൂട്ടാണ് ഒരു സിനിമയെ സമീപിക്കുന്നത്. 20% സ്ക്രിപ്റ്റ് പലപ്പോഴും ലൊക്കേഷനിൽ വരുമ്പോൾ ആ ലൊക്കേഷൻ എന്താണോ ഓഫർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അവിടെ ചേഞ്ചസ് വരും, അവിടെ മാറ്റങ്ങൾ വരും എന്നൊക്കെയുള്ള കാര്യം. സോ ഇവിടേക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൽ അങ്ങനെ വന്നിട്ടുള്ള ചേഞ്ചസ്, പെർഫോമൻസിനനുസരിച്ചിട്ട് വന്നിട്ടുള്ള ക്യാരക്ടർ ആർക്കുള്ള ചേഞ്ചസ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. 80% അല്ല, we know where the film is going. Okay. The writing material is always ready. Just the climax, sometimes I like to, like Vinay Tandi's climax, we wanted to keep it really open. ആ പടം ഞാൻ ഒരേ ടൈമിൽ തെലുഗുലും ചെയ്തു. അപ്പോൾ തെലുഗു പ്രൊഡ്യൂസർ wanted happy Karthik and Jesse to be together at the end of the film. Happy ending is still debatable. What is happy, what is not is debatable. So I like to just what the actor does to the character, what I have done to the whole mood of the film, and I let that define the climax, so to speak. ഇതിൽ ഒരു 95% we had the writing in place. We ക്ലൈമാക്സ് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് എ ക്ലൈമാക്സ് ആണ് ഈ പടത്തിൽ. സോ we thought we'll leave it to the last
few days to see how we can. So our climax in the shoot schedule ഉള്ളിൽ വരുമ്പോൾ I kept pushing it. ഇപ്പോൾ വേണ്ട, can I get little more time? ഇനി ഒരു 1 week കിട്ടിയാൽ I'll shape it എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അത് മാത്രം ഞാൻ പുഷ് ചെയ്തു. Then all of us sat, Mammootty sir, writers, we all discussed it. Options ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. Then we went and shot the climax. So ഇതിലും ഒരു but we knew where we are going. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഒരു ഒന്നും ഇല്ലാതെ നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇതിലും അങ്ങനെ ചെയ്തിട്ടില്ല. We knew where we were going. Just towards the end we tried to, everybody had to come onto the same page. പിന്നെ പെർഫോമൻസ് കുറേ അതിലൊരു lot of hard work was needed from Sushmita's side and Mammootty sir's side and all that. So we had to be ready for that. And we also, from the technical side, we also had to be ready. So I wanted some breathing space for that. സാർ എത്രമാത്രം അവെയർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സാറിൻ്റെ പടങ്ങൾ കാരണം കൊണ്ട് തന്നെ ഡിഫൈൻ ആയ ഒരു ജനറേഷൻ ഉണ്ട് ഇവിടെ കേരളത്തിൽ. ഇപ്പോൾ കാപ്പ് എന്തിനാടുന്നത്, എന്തിനാണ് നമ്മുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നത്, ഇപ്പോൾ അച്ഛൻ മകൻ്റെ ഡോറിൽ നോക്ക് ചെയ്യുമ്പോൾ പോലും അവിടെ ഒരു ബഹുമാനം കാണിക്കണമെന്ന് വാരണമായത്തിൽ കാണിച്ചതായാലും ശരി, ശരീരം നോക്കണമെന്ന് ഇപ്പോൾ വാരണമായത്തിൽ പറഞ്ഞതായാലും ശരി, ഒരാൾ നമ്മുടെ അകന്ന് പോയാലും അയാളോടൊരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ലവ് വേണമെന്ന് വിനയത്താണ്ടി വരുവായാലും കാണിച്ചതായാലും ശരി, ദ വേ നമ്മളിപ്പോൾ ഐ വിൽ സ്വീപ്പ് യു ഓഫ് യുവർ ഫീറ്റ് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് സാറിൻ്റെ പടത്തിലാണ്. സാറിൻ്റെ പടത്തിൽ വന്ന കാരണമാണ് നമ്മൾ ഗോഡ് ഫാദർ എന്നുള്ളൊരു ബുക്ക് ഉണ്ടെന്നും അത് സിനിമ മാത്രമല്ല എന്നും പറഞ്ഞ് നമ്മളത് വായിക്കാൻ തുടങ്ങുന്നത്. ഇളയരാജ ഈസ് മച്ച് നമ്മൾ ഇനി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഫിഗറാണെന്ന് ഞങ്ങളുടെ ജനറേഷനിൽ ഇൻട്രൊഡക്ഷൻ കിട്ടിയത് സാറിൻ്റെ പടങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളയരാജ റെഫറൻസ് വരുന്നതുകൊണ്ടാണ്. അൻപച്ചെലവ് IPS എത്രയോ IPS വരെ ഉണ്ടാക്കിയിരിക്കുന്നു. Are you aware of your greatness? I think I should hang out with you a little more. It will do my inner conscience a lot of good, I think. But thank you. I mean, that's all I'll say. We are in the presence of greatness, so we are just what do you say, a small drop in that ocean with people like. For me, it's just been a privilege to work with Sir. See, I will turn it around like this. I do not compare myself, or I'm not even putting myself in the same plane as somebody like Sir for the kind of work that he's done. See, ഞാൻ ഫസ്റ്റ് പറയാൻ തുടങ്ങിയില്ല, ഇങ്ങനെ എത്രയോ ഡയറക്ടേഴ്സ്, എത്രയോ സ്ക്രിപ്റ്റ്സ്, എത്രയോ ഷോർട്സ് പുള്ളി സാർ ഇങ്ങനെ കണ്ടിരിക്കും. പക്ഷേ I sometimes would think, okay, just another film നമ്മൾ ചെയ്തിട്ട് പോവാം, ഒരു 50 days ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തിട്ട് പോവാമായിരിക്കും ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ തിങ്ക് ചെയ്യും. അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്. But I've seen the kind of discussions he's had, the kind of effort that he puts in for a shot, that completely overwhelms you. That inspires you to take the rest of your journey forward in a better way. And I'm honestly saying that, not because I'm sitting for to talk about Dominic. I learned so much from everyday shoot, from just by interacting with Sir, right up till this morning, like the things that he says when he talks, the way he even yesterday he said നമ്മൾ ഫിലിമൊക്കെ ഫിനിഷ് ചെയ്തു, ഈ ഒരു ഷോട്ട് ഇത് ഇല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക് ബെറ്റർ. ഹി ഡസൻറ്റ് ഹാവ് ടു ഡു ദാറ്റ്. ഇറ്റ്സ് നോട്ട് ഈവൻ ഹിസ് ഷോട്ട്, ബട്ട് ആൻഡ് ഇറ്റ് മേഡ് സോ മച്ച് സെൻസ്. ഞാൻ എഡിറ്റിൽ ഇരുന്നിട്ട് അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ല, സാർ അത് വെരി ഇമ്പോർട്ടൻറ്റ് ഷോട്ടാണ്, അതൊരു ഞാൻ ജസ്റ്റ് പറയാം ഒരു ബാക്ക് ഷോട്ടാണ്, അത് ആരാന്ന് അറിയില്ല, സോ ദാറ്റ് മേക്സ് സോ മച്ച് ഓഫ് എ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. പക്ഷേ സാർ പറഞ്ഞത് ഞാൻ പിന്നെ ഓക്കെ ലെറ്റ് മീ ജസ്റ്റ് സീ എന്ന് പറഞ്ഞ് എഡിറ്റിൽ പോയി ഇരുന്നിട്ട് അത് എടുത്തിട്ട് നോക്കിയപ്പോൾ ഇറ്റ് മേഡ് സോ മച്ച് സെൻസ്. മൈ അസിസ്റ്റൻസ് വർ ടെല്ലിങ് മീ യെസ് sir was right. So I sent it back to him. So atrayum oru involvement and the man knows what he's doing. So I will turn that question around as an answer like this. Thank you, sir. ഇപ്പം വിനയത്താൻ്റെ പേര് എടുത്തു നോക്കിയാൽ അതിൽ ഒരു ഡിസ്കഷൻ തൃശ്ശൂരും സാറുമായിട്ട് നടന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ ഒരു പോയിന്റിൽ പറഞ്ഞു, സർ ഈ ക്യാരക്ടർ ഈ പടം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വില്ലത്തിയായി പോവും, ആളുകൾ എന്നെ ഹെയ്റ്റ് ചെയ്യും, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണോ സാർ? അല്ല, പക്ഷേ കറന്റ് സിനാറിയോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുപോലത്തെ ഡിസ്കഷൻ അല്ല, ഐ മീൻ സ്പോയിലേഴ്സ് ഒന്നും വേണ്ട എനിക്ക്, ഇതെന്തായിരിക്കും അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ ചെയ്യണോ, അങ്ങനത്തെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടോ സാറായിട്ട്? No, actually, it was like a trust fall. Like I'm going to give up. Whatever you ask me to do, I'll do it. Like if it is him, even if he asked me to be a tree in the movie, I'll just go stand there. It was more like that. And like I would say, like with respect to whatever my scenes were there, it was all like Sir's handheld guidance throughout. So yeah, I did not want to even like question it or second guess it.
ഇപ്പോൾ സാർ ഒരു ഷോർട്ടിന് മുമ്പ് കൊടുക്കുന്ന ചില ബ്രീഫ് ഉണ്ടാവുമല്ലോ, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ വേർഷൻ തന്നോളൂ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് മീനാക്ഷിക്കും ആ ഒരു അങ്ങനത്തെ ഒരു ബ്രീഫിംഗ് കിട്ടിയിട്ടുണ്ടോ? അതെ അതെ കിട്ടിയിട്ടുണ്ട്. ഒരു ഷോട്ടിന് കയറുന്നതിന് മുന്നേ നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഫുൾ ഡയറക്ടർ എന്താണ് നമ്മളുടെ അടുത്ത് പറയുന്നത് അത് കംപ്ലീറ്റ്ലി നമ്മൾ ബ്ലൈൻഡ്ലി അങ്ങ് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൗതം സാർ വന്ന് പറയുന്ന രീതി ആയാലും ഭയങ്കര സൂത്തിങ് ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ ഭയങ്കര ബഹളമോ അങ്ങനെയൊന്നുമില്ല. വെരി കാം ഹീസ്. മീനാക്ഷി ഇതാണ് സംഭവം, ചെയ്താൽ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഈസി. സാർ ഈ സാധനങ്ങൾ, ഐ മീൻ ഈ പടത്തിൽ വെക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആളുകളുടെ കോസ്റ്റ്യൂംസ് അല്ലേ, അതിന് സാറിൻ്റെ റെഫറൻസ് എവിടെ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ. ഇപ്പോൾ പാരമ്പര്യത്തിൽ അല്ല ഈ ടീഷർട്ട് പിന്നെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല അതിന് മുമ്പ്. ഇപ്പോൾ ഉലവിരവിലൊരു സരിഗമ കാർവാൻ്റെ ഒരു റേഡിയോ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോഴോട്ടാണോ ഇത് ഈ റേഡിയോക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് ഞങ്ങൾക്ക് തന്നെ ഏറെക്കുറെ മനസ്സിലായത്. ചിമ്പുവിനെ കയ്യിൽ ഒരു ചരടും ഇല്ലാണ്ട് കണ്ടാൽ ഇത്രയും ചാമിങ് ആണ്, ഹാൻസം ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് വിനീതൻ്റെ ഒരു ആയത് കണ്ടപ്പോൾ തൊട്ട്. എവിടെ നിന്നാണ് ഈ എസ്തറ്റിക്സ് എവിടെ നിന്നാണ് സാർ, ഇതിൻ്റെ റെഫറൻസ് എന്താ? See, there's a lot in the writing. When I write the screenplay, I bring a lot of this inside. But I also depend completely on the team. The team is very important that you work with. And I let it completely to the team. I inspire either. പിന്നെ അവരെന്ത് ചെയ്യും, what do they bring to the table is what I will look for. So I was very, very happy with this, the team that worked on this film with me, honestly. I'm saying Shaji, when we had a discussion about Dominic's room, Dominic's apartment, അത് എങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിലൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഹി ജസ്റ്റ് എൻഹാൻസ്ഡ് ഇറ്റ്. ആൻഡ് വെൻ വി സോ ഇറ്റ് ദർ വാസ് നോ ഡിസ്കഷൻ അറ്റ് ഓൾ. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് അടുത്ത ദിവസം ഷൂട്ടിൽ കയറി, ജസ്റ്റ് ലൈറ്റിങ്ങിന് മാത്രം ടൈം കൊടുത്തിട്ട് വി ജസ്റ്റ് നത്തിങ് വാസ് ചേഞ്ച്ഡ്, nothing was added, everything was like as though, you know, how I envisioned it, and even better. And likewise Vishnu with the cinematography. I had ee padathiloru oru show off cheyirudenu, not that I do it, but today's cinematography and lot of films, cameras moving all over the place, oru meaning illada oru short division aanennu enikku thonunnu. Kore commercial films nammal nokkumbo the camera is moving all over the place, and when you see the camera moving, adhaadu when you ആ ഷോട്ടിൽ വരുന്ന ആ ഡയലോഗും ആ മൊമെൻറ്റും താണ്ടി നമ്മൾ ആ ക്യാമറ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയ, ദാറ്റ്സ് ദ ഫോൾട്ട് ഓഫ് ദ ഫിൽം മേക്കർ ഐ ഫീൽ. യുനോ, സോ വി കെയിം അപ്പ് വിത്ത് എൻ ഐഡിയ ദാറ്റ് വി വിൽ ഷൂട്ട് ദിസ് ഒരു ത്രോ ബാക്ക് ടു ദി ഓൾഡ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേഷൻ ഫിൽംസ്. അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഇത് പഠിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. ആൻഡ് ഹി വാസ് സോ ഹാൻഡ്സ് ഓൺ, വിഷ്ണു, വിത്ത് and sir saw the film in his space and he said the cinematography is very good, please tell Vishnu എന്നൊക്കെ പറഞ്ഞു. Likewise with costumes, Samira, we had a certain look and feel. പക്ഷെ അത് കോസ്റ്റ്യൂംസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്കത് okay ഒരു ഫീൽ കിട്ടുക. And Abhijit does sir's costumes, and for Sushmita and everybody else, Samira came in and she just not just reproduced, she brought us into this world. When they wore those costumes, we were convinced that okay, Sushmita as Nandita will be, this is how she will be. Okay, Meenakshi will wear these clothes as the character Pooja that she plays. And Gokul is a very interesting character in the film, a character called Vignesh. So we were wondering how we'll place him. പക്ഷേ ചെറിയൊരു സ്ക്രിപ്റ്റ് ഒരു ലീഡ്, ഒരു റിച്ച് കിഡ് ആണ്, ബ്രാൻഡഡ് ക്ലോത്ത്സ് ആണ്, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് വിത്തിൻ ദാറ്റ് വി മാനേജ് ടു give him one today's one of these boys who are out there in Kochi. You see them, one yuppie kid who's looking to go to Canada and wants to work somewhere. So he just transformed into that. So I think the team brought in whatever we had envisioned on paper and even beyond. And I largely depend on my team to do that. Yeah. ഈ ഗൗതം വാസുദേവ് മേനോൻ പടങ്ങളിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയ സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. കാക്ക തൊട്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമിയോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഡൊമിനിക്കിൽ അതുണ്ടോ? ഇതിലില്ല. നമ്മൾ ക്യാമറ മുകളിൽ സത്യം പറയണമെന്ന് ആവശ്യമില്ലല്ലോ. രാഘവൻ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ഡൊമിനിക്കിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടോ? അതുണ്ട്. അത് ഉണ്ടാവാതെ ഉണ്ടാവില്ല. That's definitely there. Okay. Yeah. ഒരു ക്ലൂ. The problem with this story is you say anything now it becomes a spoiler. Okay. ഞാൻ ഒന്നും പറയാതിരിക്കുന്നത് ബെസ്റ്റാണ്. സാറിന് ഭയങ്കര വലിയൊരു ഐഡലായിട്ടാണ് ഞങ്ങൾ കുറേ പേര് ഫിലിം മേക്കേഴ്സ്, അപ്കമിങ് ഫിലിം മേക്കേഴ്സ്, സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഐ ലവ് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാറിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് വാരണമാരം കണ്ടപ്പോൾ തൊട്ട് തന്നെയുള്ള ഡ്രീമായിരുന്നു. അതൊരു മീൻസ് ആയിരുന്നു, ഒരു മിഷൻ ആയിരുന്നു, എൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു.
ഞാനും സാറിനെ പറയും എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഇൻസൈഡൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ എഴുതാൻ നോക്കാറ്. എന്താ പറയുക, ഞാനും എൻ്റെ അച്ഛനായിട്ട് കുറേ കോൺവെർസേഷൻസ് ഒക്കെ സാധ്യമായത് സാറിൻ്റെ അച്ഛനെ പറ്റി ഇൻ്റർവ്യൂസിൽ പറയുന്നത് കേട്ടിട്ടാണ്. താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ചൈൽഡ്ഹുഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. Thank you so much. Thank you. I believe in that because I sort of manifested working with Mammootty sir at various points, and for me that's happened. So I kind of I agree with you. Thank you. ഡൊമിനിക് എന്തായാലും വലിയ വിജയമാവട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു ഗൗതം മേനോനുണ്ട്. സിനിമകളിലെ നായകൻ വന്നിട്ട് എത്ര പേരുടെ വന്നിരിക്കുക എന്നോട് സ്കെച്ചാന്ന് ചോദിക്കുന്ന ഒരു ഗൗതം മേനോനുണ്ട്. ആ ഫോമാറ്റിൽ, ആ ഒരു ഫോമിൽ ഗൗതം മേനോൻ്റെ ഒരു സിനിമ അത് മലയാളത്തിൽ സംഭവിക്കട്ടെ, രാഘവൻ്റെ ഒരു വേർഷൻ മലയാളത്തിൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ ഗുഡ് ടൈം. Thank you. Thank you.